ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. IPLUS ട്രെയിനിങ് സൊല്യൂഷന്റെ ലളിതം മലയാളം സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഡിസ്കഷൻ സെക്ഷനിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും സ്വാഗതം. പ്രസ്തുത ഡിസ്കഷൻ സീരീസിന്റെ 6ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. 35ഓളം ചോദ്യങ്ങളാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. ചോദ്യം ഉത്തരം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല പോയിന്റുകളും ഡീറ്റെയിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. വേറെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് നോട്ട് എഴുതിയെടുക്കാനായിട്ട് മറക്കരുത്. ആ നോട്ടുകളാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക. ആദ്യത്തെ ചോദ്യം, ഐന്ത്യകളിൽ ഉൾപ്പെട്ട നെയ്തലിലെ ദൈവമായി ആരാധിച്ചിരുന്നത് ആരെ? വരുണൻ, മായോൻ, വേന്തൻ, മുരുകൻ. മുരുകവേൽ എന്നത് മുരുകൻ. പറഞ്ഞേ നോക്കൂ, ഐന്തിണകള് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഐന്തിണകള് അകത്തിണകളാണ്. അകത്തിണകളുടെ പോലെ തന്നെ പുറത്തിണകൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഐന്തിണകൾ ഏതൊക്കെയാ മക്കളെ? പറഞ്ഞേ. പ്രധാനപ്പെട്ട ഐന്തിണകള്, 5 തിണകള് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 5 തിണകള്. പ്രധാനപ്പെട്ട 5 തിണകൾ ഏതൊക്കെയാ? മുല്ലേ, യെസ്, മുല്ലേ. അതുപോലെ തന്നെ കുറിഞ്ചി അല്ലെങ്കിൽ കുറിഞ്ചി, പാലേ, മരുതം, നെയ്തൽ. ഇതല്ലേ പ്രധാനപ്പെട്ട 5 തിണകള് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെയ്തൽ തിണയിലെ ദൈവം ആരാണ് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, ബാക്കിയൊക്കെ നോക്കാം. മുല്ലൈ, മുല്ലൈ തിണ നമുക്ക് എല്ലാവർക്കും അറിയാലോ. മുല്ലൈ തിണ, മുല്ലൈ തിണ കാടും പരിസരങ്ങളും അടങ്ങുന്ന തിണയാണ് ഏത്? മുല്ലൈ തിണ എന്ന് പറയുന്നത്. കാടും പരിസരങ്ങളും അടങ്ങുന്ന തിണയാണ് മുല്ലൈ തിണ. മഴക്കാലവും സന്ധ്യയുമാണ് മുല്ലൈ തിണയുമായി ബന്ധപ്പെട്ട കാലങ്ങൾ. മുല്ലൈ തിണയുമായി ബന്ധപ്പെട്ട കാലം എന്ന് പറയുന്നത് മഴക്കാലവും സന്ധ്യയുമാണ്. വിശുദ്ധിയും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതത്തിന് ഉചിതമായ തിണയാണ് മുല്ലൈ തിണ. വിശുദ്ധിയും സമാധാനവും നിറഞ്ഞ കുടുംബജീവിതത്തിന് ഉചിതമായിട്ടുള്ള തിണയാണ് മുല്ലൈ തിണ എന്ന് പറയുന്നത്. ഭർത്താക്കന്മാരെ പിരിഞ്ഞ ഭാര്യമാർ അവരെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നതാണ് ഇതിന്റെ ഭാവം. അതായത് സംയോഗ വിയോഗാവസ്ഥകളെ ചിത്രീകരിക്കുന്ന ഒരു ഭാവമാണ് മുല്ലൈ തിണകൾക്കുള്ളത്. കൃഷി, കാലിമേയ്ക്കലാണ് ഇവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. കാലിമേയ്ക്കൽ. അപ്പൊ മുല്ലൈ തിണയുടെ ദേവൻ ആരാണ്? മുല്ലൈ തിണയുടെ ദേവൻ മായോൻ, കണ്ണൻ അല്ലെങ്കിൽ വിഷ്ണു എന്നൊക്കെ പറയാം. പല പുസ്തകങ്ങളിലും പലതായിട്ട് കാണുന്നുണ്ട്. മായോൻ, കണ്ണൻ എന്നും പറയുന്നുണ്ട്, വിഷ്ണു എന്നും പറയുന്നുണ്ട്. മായോൻ, മായോനാണ്. വിഷ്ണു ഓർ കണ്ണൻ, കൃഷ്ണൻ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോട്ടോ. ഇത് രണ്ടും കാണുന്നുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണൻ എന്നുള്ളതാണ് കൂടുതൽ യോജിക്കുക. പക്ഷെ മായോൻ എന്നുള്ളതിന് വിഷ്ണു എന്നും ഓപ്ഷൻ. ഇപ്പോ ജയകുമാർ സാറിന്റെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിലൊക്കെ വിഷ്ണു എന്നും കാണുന്നുണ്ട്. ഓക്കെ, മായോനാണ് മുല്ലൈ തിണ. മായോൻ, മായോൻമേവും മുല്ലൈ തിണ. അടുത്തത് കുറിഞ്ചിത്തിണയാണ് അല്ലെ? മലയും മലയോരവും ചേർന്ന പ്രദേശമാണ് കുറിഞ്ചിത്തിണ. കുറിഞ്ഞി എന്നും പേരാണ്. ശരത്കാലവും ഹേമന്തവും രാത്രിയുടെ മധ്യഭാഗവും ഒക്കെയാണ് ഇതിലെ കാലങ്ങൾ. ശരത്കാലം, ഹേമന്തകാലം, രാത്രിയുടെ മധ്യഭാഗം. നായകനും നായികയും പരസ്പരം കണ്ട് അനുരക്തരാകുന്ന ഭാവം ഏത് തിണയുടേതാണ്? കുറിഞ്ഞിത്തിണയിലൂടേതാണ്. കുറിഞ്ചിത്തിണ. കുറിഞ്ചിത്തിണയുടെ ദേവൻ, അതായത് കുറിഞ്ഞി മലയാണ്. മലയുടെ മുകളിലിരിക്കുന്ന ദേവൻ ആരാ? പഴനിമല. മലയുടെ മുകളിലിരിക്കുന്നത് ആരാണ്? മുരുകനാണ് അല്ലെ? മുരുകൻ, മുരുകനാണ്. മുരുകനാണ് കേട്ടോ, ഇന്ദ്രനൊന്നല്ല കേട്ടോ, ഇന്ദ്രനൊന്നല്ലേ. മുരുകൻ, മുരുകനാണ് കേട്ടോ ലീല ടീച്ചറെ. മുരുകനാണ് കുറിഞ്ചിത്തിണയുടെ ദേവൻ. അടുത്തത് പാലൈ തിണ. അരുവികളോ നീർച്ചാലുകളോ ഇല്ലാത്ത ചൂടും വരൾച്ചയും ഏറിയതുമായിട്ടുള്ള ഊഷര ഭൂമിയാണ് പാലൈ തിണ അല്ലെ? നട്ടുച്ചയാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് അല്ലെ മക്കളെ? വിരഹദുഃഖം, തട്ടിക്കൊണ്ടുപോകല്, അതൊക്കെ ഏതാണ്? പാലൈ തിണയാണ്. പാലൈ തിണ. സംഘകാല ദേവതയായിട്ടുള്ള കൊറ്റവൈ അല്ലെങ്കിൽ വനദുർഗ, രണ്ടും പറയുന്നുണ്ട്. കൊറ്റവൈ,
കൊറ്റവൈ അല്ലെങ്കിൽ വനദുർഗയാണ് പാലൈത്തിണയിലെ ദൈവം എന്ന് പറയുന്നത്. അടുത്തത് മരുത നിലമാണ്. പുഴയോട് ചേർന്നിട്ടുള്ള നിലം അല്ലെങ്കിൽ വയലും കൃഷിയിടങ്ങളും ചേർന്ന ജലസമൃദ്ധിയുള്ള പ്രദേശമാണ് മരുത നിലം എന്ന് പറയുന്നത്. മരുത നിലം. മരുത നിലത്തിന്റെ ദേവനാണ് വേന്തൻ അഥവാ ഇന്ദ്രൻ. വേന്തൻ അഥവാ ഇന്ദ്രൻ. വേന്തൻ അഥവാ ഇന്ദ്രൻ. കിട്ടിയില്ലേ? അപ്പൊ ഇനി ഒരെണ്ണാണ് ബാക്കിയുള്ളത്, നെയ്തൽ തിണ. കടലും കടലോരവും ചേർന്ന പ്രദേശം. മീൻ പിടിച്ച് ഉപ്പുണ്ടാക്കി വിൽക്കുന്ന ആളുകൾ. അല്ലേ? യെസ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടത്തെ ദൈവം ആരാണ്? ദൈവം ജലത്തിന്റെയും മഴയുടെയും ഒക്കെ അധിപനായിട്ടുള്ള വരുണനാണ് നെയ്തൽ ദിനം. തിണയുടെ ദേവൻ എന്ന് പറയുന്നത് വരുണനാണ്. വരുണൻ. ഏത് തിണ? നെയ്തൽ തിണ. ക്ലിയർ അല്ലേ? ഐന്തിണകളിൽ ഉൾപ്പെട്ട നെയ്തലിലെ ദൈവമായി ആരാധിച്ചിരുന്നത് വരുണനെയാണ്. വരുണൻ. ക്ലിയർ അല്ലേ മക്കളെ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ കുറെ പേര് ഇങ്ങനെ ചോടിപ്പടിഞ്ഞ് പൗരസ്ത്യവും തിണകളൊക്കെ ഉത്തരം പറയണ കാണുന്നുണ്ട് ഇല്ലേ? നിങ്ങള് ആരും പേടിക്കേണ്ട, ഇതൊക്കെ I+ന്റെ ലൈവ് ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. അവർക്ക് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. 37ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ പഴയകാല ഭരണക്രമത്തിൽ രാജാക്കന്മാരുടെ യാതൊരു സമ്മതവും കർത്തവ്യവും ഇല്ലാതെയുള്ള ഗ്രാമദേശങ്ങൾക്കുള്ള പേരെന്താണ്? അതായത് കേരളത്തിൽ നിലനിന്നിരുന്ന പഴയകാല ഭരണക്രമത്തിലെ രാജാക്കന്മാരുടെ സമ്മതവും കർത്തവ്യവും ഒന്നുമില്ലാതെയുള്ള ഗ്രാമക്കൂട്ടങ്ങൾക്ക്, ദേശക്കൂട്ടങ്ങൾക്കുള്ള പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. മണ്ഡം, സങ്കേതം, കഴകം, സഭ. മണ്ഡം, സങ്കേതം, കഴകം, സഭ. രാജാക്കന്മാരുടെ ഒന്നും നേതൃത്വത്തിലല്ല കൂട്ടം. അതിനെന്താണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞേ മക്കളെ, എന്താണെന്ന് അറിയോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഒന്ന് ഗസ് ചെയ്ത് നോക്കോ? അത് സങ്കേതമാണ് കേട്ടോ ആൻസർ. സങ്കേതമാണ് ആൻസർ. സങ്കേതമാണ് കേട്ടോ ആൻസർ. മണ്ഡമല്ല, സങ്കേതമാണ്. മണ്ഡമല്ല, സങ്കേതമാണ്. മണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മണ്ഡത്തിനുള്ള മറ്റൊരു പേരാണ് പൊതിയിൽ എന്നറിയപ്പെടുന്ന നീതിന്യായ സഭയാണ്. ഇത് നീതിന്യായ സഭയാണ് സംഘകാലത്ത്. ഇവിടെ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് മഞ്ചം. മാവേലി മഞ്ചം എന്നുള്ള നോവൽ രചിച്ചതാരാ? മാവേലി മഞ്ചം എന്നുള്ള നോവൽ രചിച്ചതാരാ? അത് KJ ബേബി ആണേ. KJ ബേബി. കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മഞ്ചം അല്ലെങ്കിൽ പൊതിയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നീതിന്യായ സഭയാണ് കേട്ടോ. അത് നീതിന്യായ സഭയാണ് മഞ്ചം. കഴകം എന്ന് പറഞ്ഞാൽ എന്താ? കഴകം എന്നുള്ള വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. കഴകം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ജോലിയായിട്ട് പറയാറുണ്ട് പലപ്പോഴും, ഇല്ലേ? കഴകം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പാരമ്പര്യ ജോലികൾ, പൂജാ സഹായം, അലങ്കാരം, അതിനെ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെ പറയുന്ന ഒരു പേരുണ്ട് കഴകം എന്നുള്ളത്. ഊരായ്മ, കഴകക്കാരായ്മ എന്നൊക്കെ പറയും. ക്ഷേത്രത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് കഴകം വരുന്നത്? ഇപ്പൊ തമിഴക വെട്രിക്കഴകം നമ്മൾ കേട്ടിട്ടില്ലേ? പാർട്ടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം കൂടിയാണ് കേട്ടോ കഴകം എന്നുള്ളത്. കഴകം അങ്ങനെയും കഴകത്തിന് അർത്ഥമുണ്ട്. സഭ, ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത്, നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് പൊതുകാര്യങ്ങൾ തീരുമാനിക്കുന്ന കൂട്ടങ്ങളെയാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയെല്ലാം മണ്ഡത്തിലാണെങ്കിലും കടകത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും രാജാധികാരത്തിന് ഒരു പവർ വരുന്നുണ്ട്. പക്ഷെ സങ്കേതത്തിൽ അതില്ല. സങ്കേതമാണ് ഉത്തരം. ക്ലിയർ അല്ലേ?
ആൻസർ പറഞ്ഞു, ബാക്കി ഓപ്ഷൻസും പറഞ്ഞു. ഇതൊക്കെ റയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 38ാമത്തെ ചോദ്യം. ഇതും ഒരു റയർ ടിസ്റ്റഡ് ചോദ്യമാണ്. നോക്കിയേ, ചോദ്യം നോക്കിയേ, നല്ലൊരു ചോദ്യമാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ആരാധനയോടൊപ്പം ഭക്ഷണ സംബന്ധമായ അനുഷ്ഠാനങ്ങളും നിലവിലിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം തന്നേക്കാണ്. അവയുടെ അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അവിടെ നടക്കുന്ന ഭക്ഷണ സംബന്ധമായ അനുഷ്ഠാനങ്ങളും. ചെറുകുന്ന് ക്ഷേത്രം, തിരുവാറന്മുള ക്ഷേത്രം, വൈക്കം ക്ഷേത്രം, മരുത്തൂർ വട്ടം ധന്വന്തരി, വള്ളസദ്യ, ഊട്ട്, പ്രാതൽ, താളുകറിയും ചോറും. ഇത് ഒരു ഡിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒന്നും അധികം വരാറില്ല, പക്ഷെ ഇപ്പൊ കാണുന്നുണ്ട്. ഇത് ഒരെണ്ണം നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരെണ്ണം എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വള്ളസദ്യ എല്ലാവരും കേട്ടിട്ടില്ലേ മക്കളെ? വള്ളസദ്യ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. വള്ളസദ്യ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നതാണ്? വള്ളസദ്യ എന്ന് പറയുന്നത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട വള്ളസദ്യ എന്നുള്ള ഒരു ടേം നിങ്ങൾ കേട്ടിരിക്കുന്നത്? പറഞ്ഞ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ? തിരുവാറന്മുളയും ആറന്മുളയും ഒക്കെ ഒന്ന് തന്നെയാണ് അല്ലെ? വള്ളസദ്യ എന്നുള്ളത് കർക്കിടകം 15 മുതലേ കന്നി 15 വരെയാണെന്ന് തോന്നുന്നു. ശ്രീ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരനിബിദ്ധമായിട്ടുള്ള ചടങ്ങാണ് വള്ളസദ്യ അല്ലെ? ക്ലിയർ അല്ലേ? വള്ളസദ്യ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉള്ള ഒരു സദ്യയാണ് വള്ളസദ്യ. അപ്പോ തിരുവാറന്മുള വള്ളസദ്യ എന്നുള്ളത് ഉറപ്പിച്ചു. അപ്പോ B1 ആണ്. B1 ആണെന്ന് കിട്ടുമ്പോ 3 ഓപ്ഷനാ B1 എടുക്കണേ. ആൻസറിലേക്ക് എത്താൻ പറ്റൂല. ഇനി ബാക്കിയുള്ളത് കൂടി നോക്കിയേ. ഊട്ട്, എല്ലാ അമ്പലത്തിലും ഊട്ടില്ലേ? പ്രാതൽ, താളുകറിയും ചോറും എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് കാണുന്നതാണ്. എങ്കിൽ പോലും ഇതാണ്. രമ്യ ഭാഷാ മിശ്രം പൊഴുതു കഥയാമി എന്ന പ്രയോഗം ഏത് ഘട്ടത്തിൽ? ഉത്തരം പറഞ്ഞു തരുമ്പോ മിസ്സേ. രമ്യ, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിക് കോർഡിനേറ്റേഴ്സ് ആരെങ്കിലുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ രമ്യ ഇതിനിടയിൽ ഒരു ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നോക്കൂ. ചെറുകുന്ന്, തിരുവാറന്മുള. എന്തായാലും ഞാൻ ആൻസറിലേക്ക് കടക്കാം. കൂടുതൽ കൺഫ്യൂഷനിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ചെറുകുന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഊട്ട് എന്നുള്ള ഇത് നിലനിൽക്കുന്നത്. തിരുവാറന്മുളയിലേതാണ് വള്ളസദ്യ. വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതൽ. മരുത്തൂർ വട്ടം ധന്വന്തരിയുമായി ബന്ധപ്പെട്ടതാണ് താളുകറിയും ചോറും. ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ആരാധനയുമായി ബന്ധപ്പെടുന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് ഒന്നും നിൽക്കാത്തത് കൊണ്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നത്. 39ാമത്തെ ചോദ്യം. AD 898 ചോക്കൂർ, ഒരു കീവേഡ്, ചോക്കൂർ കുമരൻതള്ളി ക്ഷേത്ര ലിഖിതത്തിലാണ് ആദ്യമായി കേരളത്തിലെ ദേവദാസികളെ കുറിച്ച് പരാമർശമുള്ളത്. അപ്പൊ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ദേവദാസികളെ കുറിച്ച് പരാമർശമുള്ള ശാസനം ചോക്കൂർ ശാസനം. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ശാസനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ഈ പദം ലിഖിതത്തിൽ ദേവദാസികളെ വിശേഷിപ്പിച്ച പദം ഏതാണ്? ഈ ലിഖിതത്തിൽ, അതായത് ചോക്കൂർ ശാസനത്തിൽ ദേവദാസികളെ കുറിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോളൂ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത്. പറഞ്ഞ മക്കളെ, ഇത് വേണ്ട. ഇത് പണ്ട് നെറ്റ് പരീക്ഷയ്ക്ക് ചേരുമ്പടി ചേർക്കല്ലോ വന്നിട്ട് മക്കളെ. ഈ നെറ്റും സെറ്റൊക്കെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്ന പോലെ, ഒരമ്മ പറ്റ മക്കളെ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഏർപ്പാടാണ്. ഇതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? നങ്ങയാണോ, അച്ചിയാണോ, അമ്മച്ചിയാണോ, ദേവപ്രിയയാണോ? എന്താണ്? നങ്ങയാണ് അല്ലെ? നങ്ങ എന്ന പേരിലാണ് ചോക്കൂർ ശാസനത്തിൽ, ശ്രദ്ധിക്ക, നങ്ങ എന്ന പേരിലാണ് ഏതിലെ
യെസ്, ചോക്കൂർ ശാസ്ത്രത്തിൽ നങ്ങ എന്ന പേരിലാണ് ചോക്കൂർ ശാസനത്തിൽ ദേവദാസികളെ കുറിച്ച് സൂചനയുള്ളത്. ചോക്കൂർ ശാസനം ഇമ്പോർട്ടന്റ് ആണ്. ദേവദാസികളെ കുറിച്ച് സൂചനയുള്ള അല്ലെങ്കിൽ ദേവദാസികളെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ശാസനമാണ് ചോക്കൂർ ശാസനം. ചോക്കൂർ ശാസനത്തിൽ നേരിട്ട് ദേവദാസികൾ എന്നുള്ള പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് ഏത് പദമാണ് ചോക്കൂർ ശാസനത്തിൽ ദേവദാസികളെ കുറിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? യെസ്, ഏത് ശാസനം ഏതാണ്? നങ്ങ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നങ്ങ എന്നുള്ള പദമാണ് ദേവദാസികളെ കുറിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 40ാമത്തെ ചോദ്യം. പണ്ട് കാലത്ത് തിരുനാവായ യോഗക്കാരും തൃശൂർ യോഗക്കാരും പല ദിവസം നീണ്ടു നിൽക്കുന്ന ഋഗ്വേദ പരീക്ഷ നടത്തി വേദപഠനത്തിന്റെ മാറ്റുരച്ചിരുന്നു. ഇത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കടവല്ലൂർ അന്യോന്യം, രേവതി പട്ടത്താനം, തളിയിൽ താനം, വാരിയം. വാരിയം. പറഞ്ഞോ. എക്സാം ഓറിയന്റഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും പരീക്ഷകളിലെ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. പറഞ്ഞേ മക്കളെ, ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ഈ രേവതി പട്ടത്താനം ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഏതാണ്? കടവല്ലൂർ അന്യോന്യമാണ് അല്ലെ. തിരുനാവായ യോഗക്കാരും തൃശൂർ യോഗക്കാരും തമ്മിൽ നീണ്ടു നിൽക്കുന്ന ഋഗ്വേദ പരീക്ഷയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഋഗ്വേദ പരീക്ഷയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കടവല്ലൂർ അന്യോന്യം. ഈ രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം ഏതാ? രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം ഏതാ? സാമൂതിരിയുടെ നേതൃത്വത്തിലാണ് രേവതി പട്ടത്താനം നടക്കുന്നത്. രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം ഏതാ? തളി ക്ഷേത്രമാണ്. തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? രേവതി പട്ടത്താനം നടക്കുന്നത് തളി ക്ഷേത്രത്തിലാണ്. തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണ്, കോഴിക്കോടാണ് തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കടവല്ലൂർ അന്യാന്യവും രേവതി പട്ടത്താനവും ഒന്നല്ല. കുറെ പേര് അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. പൊട്ടത്തരാണേ. ഇത് രണ്ടാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് രണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഒന്നും കൂടി പറയാം. കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്നത് വേദപഠനത്തിന്റെ മാറ്റുരയ്ക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷ തന്നെയാണ്. തിരുനാവായ യോഗക്കാരും തൃശൂർ യോഗക്കാരും തമ്മിൽ നീണ്ടു നിൽക്കുന്ന ഋഗ്വേദ പരീക്ഷയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്നത്. കടവല്ലൂർ ക്ഷേത്രത്തിലാണ് നടക്കുന്നത്, കടവല്ലൂർ അന്യോന്യം നടക്കുന്നത്. അതൊന്നും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. രേവതി പട്ടത്താനം രേവതി നാളിൽ നടക്കുന്നത് കൊണ്ട് പറയുന്ന പേരാണ്. അതല്ലാതെ രേവതി എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. രേവതി പട്ടത്താനം എന്നുള്ളതിലെ രേവതി എന്നതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, യെസ്. വേറൊരു ഡൗട്ട് ഇവിടെ വന്നിട്ടുണ്ടേ. ഒരു മിനിറ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. എന്താ ചോദിച്ചിരിക്കുന്നത്? വാരിയം. ഓപ്ഷൻ ഡി ആയിട്ട് കിടക്കുന്ന വാരിയം എന്താണെന്ന് അല്ലെ? വലിയ പിടുത്തല്യ വാരിയം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല അർച്ചന. ഞാനത് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നോട്ടിലുണ്ടോന്നൊന്നും നോക്കിക്കോട്ടെ. വാരിയം ഇല്ല. ആർക്കെങ്കിലും അറിയോ വാരിയം എന്താണെന്നുള്ളത്? എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അറിയില്ലാത്ത കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയണല്ലോ. വാരിയം എനിക്കറിയില്ല കേട്ടോ. ദേവസ്വം ഭരണസമിതിയുടെ വാരിയം എന്ന് പറയാറുണ്ട്. അതല്ലാണ്ട് ഋഗ്വേദവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് എന്നുള്ളത് അറിയില്ല. വാരയിരിക്കൽ ജടയിരിക്കൽ, അതിനെയാണോ വാരിയം എന്ന് പറയുന്നത്? എനിക്കറിയില്ല കേട്ടോ. അത് അടുത്ത ക്ലാസ്സിലെ തുടക്കത്തിൽ തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം.
കടവല്ലൂർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വാരയിരിക്കൽ എന്നുള്ള ഒരു ചടങ്ങുണ്ട്, ജടയിരിക്കൽ, അതൊക്കെ ചടങ്ങുകളുണ്ട്. അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വാര്യം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ 5 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.